والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ വിശദീകരണത്തിനിടക്ക് പ്രസിദ്ധമായ ഹുദൈബിയ കരാറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ വളരെയേറെ വിഷമകരമായ ഒരു മാനസികാവസ്ഥയോടുകൂടി സഹാബിമാരെല്ലാം വളരെയേറെ വിഷമം സഹിച്ചുകൊണ്ടാണ് ഹുദൈബിയ കരാർ നോക്കിക്കണ്ടത്. കാരണം അതിലെ കരാർ വ്യവസ്ഥകളൊന്നും തന്നെ പലപ്പോഴും ശത്രുപക്ഷത്തിൻ്റെ മുമ്പിൽ നാം അടിയറ വെക്കുകയാണോ, എല്ലാം അവർക്ക് മുമ്പിൽ നാം പണയപ്പെടുത്തുകയാണോ, നാം ഭീരുക്കളാവുകയാണോ എന്ന ഒരു തോന്നൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കുന്ന നിലക്കുള്ള കരാർ വ്യവസ്ഥകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ ആ കരാറിൽ മുസ്ലിം പക്ഷത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് എഴുതാൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിലെ വ്യവസ്ഥകളെല്ലാം മുസ്ലിമീങ്ങൾക്ക് പരാജയമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അള്ളാഹുവിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. ഈ കരാറിലൂടെ, ഈ ഹുദൈബിയയിൽ വെച്ച് എഴുതപ്പെട്ട ഈ സന്ധിയിലൂടെ മുസ്ലിം ലോകത്ത് വമ്പിച്ച വിജയത്തിന് ഈ കരാറ് നിമിത്തമായി പര്യവസാനിക്കുകയാണുണ്ടായത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും 20ഓളം ദിവസം ഹുദൈബിയയിൽ കഴിഞ്ഞതിന്റെ ശേഷം ഈ കരാറുകൾ എഴുതി ഒപ്പിട്ട് കൈമാറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും ഹുദൈബിയയിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമ്പോൾ ആ യാത്രക്കിടയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു വചനം, ഒരു സൂറത്തിന്റെ ആദ്യ ഭാഗം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിക്കപ്പെടുകയാണ്. ആ അധ്യായമാണ് സൂറത്തുൽ ഫത്ഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം. അല്ലാഹു തആല അതിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഹുദൈബിയയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങിപ്പോകുന്ന മധ്യേ ഇതാ ഈ ആയത്തുകൾ അവതരിക്കപ്പെടുകയാണ്.
ഈ ആയത്തുകൾ കേട്ടപ്പോൾ, ഈ അധ്യായം അങ്ങ് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ സഹാബിമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉൻസിലത്ത് അലയ്യൽ ലൈലത്ത സൂറ, അതേ ഇന്നത്തെ രാത്രിയിൽ എനിക്കിതാ ഒരു സൂറത്ത് തന്നെ അവതരിക്കപ്പെട്ടിരിക്കുന്നു. ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്, സൂര്യോദയം നടന്ന അതേ ഏതൊരു വസ്തുവിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സൂറത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. എന്താണതിൽ പറയുന്നത്? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, നിശ്ചയമായും നബിയേ നാം നിനക്ക് പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. സഹാബിമാരുടെ മനസ്സിൽ മുഴുവനും നമ്മൾ പരാജയപ്പെട്ടുവോ, നമ്മൾ ശത്രുവിന്റെ മുമ്പിൽ എല്ലാം അടിയറ വെച്ച് ഭീരുക്കളായി പോയോ, നമ്മൾ ഇത്രയും സത്യത്തിന്റെ കക്ഷികളായിട്ട് പോലും അസത്യത്തിന്റെ കക്ഷികളുടെ എല്ലാ വാദങ്ങൾക്കും മുമ്പിൽ ഭീരുക്കളായി തലകുനിച്ച് നിരാശരായി മക്കയിലേക്ക് പോകാൻ പോലും വയ്യാതെ തിരിച്ച് നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്നല്ലോ എന്നൊക്കെയുള്ള മനോവിഷമം കൊണ്ട് മുഖരിതമായ മനസ്സുകൾക്കിടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, നിശ്ചയമായും നബിയെ നാം നിനക്ക് പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അൽ ഹുദൈബിയ്യ, ഈ വ്യക്തമായ വിജയം എന്ന് പറയുന്നത്, പ്രത്യക്ഷമായ ഒരു വിജയം എന്ന് പറയുന്നത് അത് മക്കം ഫത്ഹിനെ കുറിച്ചല്ല, ഈ ഹുദൈബിയ്യ കരാറിനെ പറ്റിയാണ് അല്ലാഹു അത് പറഞ്ഞിരിക്കുന്നത്. സഹാബിമാർക്ക് ഇത് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടതാ തുടർന്നുകൊണ്ട് പറയുന്നു, എന്തിനാ നിനക്ക് ഈ വിജയം തരുന്നത്? ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, നിന്റെ പാപത്തിൽ നിന്ന് മുൻകഴിഞ്ഞതും വമാ തഅഖറ, പിന്നീടുണ്ടാകുന്നതും അല്ലാഹു നിനക്ക് പുറത്തു തരാൻ വേണ്ടിയും, വയുതിമ്മ നിഅമതഹു അലൈക, അവന്റെ അനുഗ്രഹം നിനക്കവൻ പരിപൂർണമാക്കി തരുവാനും വേണ്ടിയാണ്. വയഹ്ദിയക സിറാത്തം മുസ്തഖീമാ, നേരെ ചൊവ്വായ മാർഗത്തിൽ നിന്നെ നയിക്കുവാനും വേണ്ടിയാണ്. വയൻസുറകല്ലാഹു നസ്റൻ അസീസാ, അന്തസ്സുറ്റ ഒരു സഹായം അല്ലാഹു നിന്നെ സഹായിക്കുവാനും വേണ്ടിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് സഹാബിമാർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതി, അതേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതിലൂടെ നൽകുന്ന അനുഗ്രഹങ്ങൾ 4 കാര്യങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞു. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ വയൻസുറകല്ലാഹു നസ്റൻ അസീസാ. ഈ 4 കാര്യങ്ങളും നബി തങ്ങൾ അങ്ങ് കേൾപ്പിക്കുന്നു. സഹാബത്ത് അത് കേട്ടപ്പോ പറഞ്ഞു, ഹനീഅം മരീആ, ഒരു മനസ്സിന് വല്ലാത്ത ആശ്വാസം. അല്ലാഹു തആല ഇതിനെക്കുറിച്ച് വളരെ സുവ്യക്തമായ പ്രത്യക്ഷമായ വിജയം എന്നല്ലേ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇനി പേടിക്കാനില്ല. അവർ നബി തങ്ങളോട് ആവശ്യപ്പെട്ടു, ലഖദ് ബയ്യനല്ലാഹു അസ്സ വജല്ല മാദാ യഫ്അലു ബിക, അല്ലാഹ് ഈ ആയത്തിലൂടെ ഇത് മുഖേന താങ്കൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി വിശദീകരിച്ചത് ഞങ്ങൾ കേട്ടു. എന്നാൽ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ പറ്റി എന്താണ് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആയത്ത് തുടർന്നുകൊണ്ട് ഓതി കൊടുക്കുന്നു, ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വയുകഫിറ അൻഹും സയ്യിആതിഹിം വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമാ. വിശ്വാസികളെ, നിങ്ങളും സന്തോഷിച്ചോളൂ. ഇത് മുഖേന അല്ലാഹ് നിങ്ങൾക്കുള്ള ഓഫർ എന്താണ്? ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും അവൻ പ്രവേശിപ്പിക്കും. അവൻ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ
ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതരായിരിക്കും. വയുകഫിറ അൻഹും സയ്യിആതിഹിം, അവരിൽ വന്നു പോയിട്ടുള്ള തിന്മകളെ അവൻ പുറത്തു മറച്ചു വച്ചു മാപ്പാക്കുകയും ചെയ്യും. വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമാ, അതാണല്ലോ അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച വിജയവും സൗഭാഗ്യവും. ഇതങ്ങ് കേട്ടപ്പോ സഹാബത്തിന് വളരെ ആശ്വാസമായി. അവരുടെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നീങ്ങി. ഈ ആയത്ത് അവതരിക്കുവോളം അവരുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനാ. ഓ, നാണം കെട്ടുപോയോ, വളരെ പ്രയാസമായല്ലോ, എല്ലാം മടിയറ വെച്ചല്ലോ എന്നൊക്കെ ഒരു മനസ്സോടെ പ്രയാസപ്പെട്ട്, എന്നാൽ ആ വിഷമം സഹിക്കവയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പടി അനുസരിച്ചുകൊണ്ട്, എന്നാൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ട് അവരിങ്ങനെ പോകുന്ന വേളയിലാണ് ഈ ആയത്തുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ എന്താ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാഹാത്മ്യം വിവരിച്ചിട്ടുള്ള ഒരു സൂറത്താണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം വിശദീകരിക്കപ്പെട്ട ഒരു അധ്യായമാണിത്. അള്ളാഹു ഇതിനെപ്പറ്റി ഫത്ഹം മുബീന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വമ്പിച്ച വിജയമാണ്. വമ്പിച്ച തോൽവിയായി പോയോ എന്ന് തോന്നിയിടത്താണ് ഇസ്ലാം പറയുന്നത് വമ്പിച്ച വിജയമാണ് ഇതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് കാരണം? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഈ സന്ധിയുടെ കരാറിന്റെ വ്യവസ്ഥകൾ പരിശോധിച്ചു നോക്കിയാൽ, ഇന്നും ചരിത്രം പരതി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, ഹുദൈബിയ സന്ധി കൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. ഒന്നാമത്തെ നേട്ടം എന്താണ്? മുസ്ലിമീങ്ങളുടെ അസ്തിത്വം ആദ്യമായി ഖുറൈശികൾ അംഗീകരിച്ച കരാറാണിത്. മുസ്ലിമീങ്ങളെ ഇതുവരെ അവരെ പരിഗണിച്ചിട്ടില്ലായിരുന്നു. കരാർ എഴുതണമെങ്കിൽ തുല്യ ശക്തികളാവണ്ടേ. ഒരു സംഘമായിട്ടും ഒരു ശക്തിയായിട്ടും മുസ്ലിമീങ്ങളെ ശത്രുക്കൾ ഇതുവരെ പരിഗണിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കരാറോടുകൂടി മുസ്ലിമീങ്ങളുടെ അസ്തിത്വം അവരെ അംഗീകരിക്കാൻ നിർബന്ധിതരായി. കാരണം തുല്യ ശക്തികൾ തമ്മിലാണല്ലോ കരാർ എഴുതേണ്ടി വരുന്നത്, സന്ധി വേണ്ടത്. മാത്രമല്ല, ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ 10 കൊല്ലത്തോളം സമാധാനാന്തരീക്ഷമാണ്. എവിടെയും മുസ്ലിമീങ്ങൾക്ക് സഞ്ചരിക്കാം, ഇസ്ലാമിക പ്രബോധനം നടത്താം, എങ്ങോട്ടും യാത്ര പോകാം. ആരും എതിർക്കാൻ പാടില്ല, തടയാൻ പാടില്ല. ആർക്കും ആരുടെ കൂടെയും ചേരാം, എവിടെയും പ്രബോധനം നടത്താം. വളരെ സ്വാതന്ത്ര്യമുണ്ട്. ആരെയും കയ്യേറ്റം ചെയ്യാൻ പാടില്ല, പീഡനം പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ കരാറിന്റെ വേളയിലാണ് മുസ്ലിമീങ്ങൾക്ക് നല്ല ശാന്തമായി ഇസ്ലാമിക പ്രബോധനത്തിന് അവസരം കിട്ടി. ഇതുവരെ അതില്ലായിരുന്നു. ഇതുവരെ ദഅവത്ത് നടത്തിയ പ്രശ്നങ്ങളായിരുന്നു, അക്രമങ്ങളായിരുന്നു, മർദ്ദനങ്ങളായിരുന്നു, പരിഹാസങ്ങളായിരുന്നു. ഇനി മിണ്ടാൻ പാടില്ല എന്നാണ് കരാറ്. ഓരോരുത്തർക്ക് അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം, അതാ കരാറിലെ വാചകം. 10 കൊല്ലത്തിന് യുദ്ധമൊന്നും പാടില്ല, 10 കൊല്ലത്തിന് അപ്പുറം യുദ്ധം പാടില്ല, എവിടെയും സഞ്ചരിക്കാം, എവിടെയും യാത്ര പോകാം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മക്കാ വിജയം വരെ, ഹുദൈബിയ സന്ധി എഴുതപ്പെട്ടത് മുതൽ പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് മക്ക ജയിച്ചടക്കി. ആ 2 കൊല്ലത്തിനിടക്ക് ഏറ്റവും അധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ച കാലഘട്ടമാണത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ആ ഒരു 2 കൊല്ലത്തിനിടക്കുണ്ടായ വളർച്ച അതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ ശരിക്കും ആ ചരിത്രം മനസ്സിലാക്കേണ്ടതാണ്. അതായത് വളരെ സ്വാതന്ത്ര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയൽ നാടുകളിലേക്കൊക്കെ ശാന്തമായി കത്തുകൾ അയച്ചു. കത്തുകൾ കൊണ്ടുപോയി കൊടുക്കാനുള്ള ദൂതന്മാരെ പറഞ്ഞയച്ചു. ഓരോ രാജാക്കന്മാർക്കും കത്തുകൾ അയച്ചു. കിസ്റ ചക്രവർത്തിക്ക് കത്തയച്ചു, കൈസർ ചക്രവർത്തിക്ക് കത്തയച്ചു, മുഖൗഖിസ് രാജാവിന് കത്തയച്ചു, ബഹ്റൈനിലെ ഗവർണർക്ക് കത്തയച്ചു, അബ്സീനിയയിലെ എത്യോപ്യയിലെ രാജാവിന് കത്തയച്ചു. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലുള്ള നേതാക്കന്മാർക്കും നായകന്മാർക്കും മന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നിന്ന് അറിയിക്കുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നാമത്തിൽ കത്തെഴുതിയിട്ട് പറഞ്ഞു, നിങ്ങൾ അസ്ലിം തസ്ലം, മുസ്ലിമാകണം, എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫിത്നയിൽ അകപ്പെട്ട് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുടെ മുഴുവൻ പാപഭാരം നിങ്ങൾക്ക് കൂടിയായിരിക്കും എന്ന ആശയം വരുന്ന കത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി. അന്ന് രാജാക്കന്മാർക്ക് കത്തുകൾ അയക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടണമെങ്കിൽ അയക്കുന്ന വ്യക്തിയുടെ മുദ്രയും സീലും ആവശ്യമായിരുന്നു.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളി കൊണ്ടൊരു മോതിരമുണ്ടാക്കി, ഒരു ഖത്ം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പതിച്ച ആലേഖനം ചെയ്യപ്പെട്ട ഒരു പ്രത്യേകമായ സീൽ, അവിടുന്ന് ആ സീല് വെച്ചുകൊണ്ടാണ് അവിടുത്തെ കത്തുകളെല്ലാം ദൂതന്മാര് മുഖേന അയച്ചത്. അടുക്കാൻ പോലും കഴിയില്ലായിരുന്നു. സിറിയയിലേക്ക് പോകുമ്പോ മുശ്രിക്കുകൾ തടഞ്ഞിരുന്നു, റോമിലേക്ക് പോകുമ്പോ മുശ്രിക്കുകൾ തടഞ്ഞിരുന്നു, പേർഷ്യയിലേക്ക് പോകുമ്പോ തടയാറുണ്ട്, ബഹ്റൈനിലേക്ക് പോകുമ്പോ തടയാറുണ്ട്. ഏത് രാജ്യത്തേക്കും പോകാൻ നിവൃത്തിയില്ലായിരുന്നു. ഈ കരാറോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശാന്തമായി ഇസ്ലാമിക ദഅവത്ത് എല്ലായിടത്തേക്കും എത്തിക്കാൻ അവസരം കിട്ടി. അങ്ങനെ ദൂതന്മാര് മുഖേന പല രാജ്യങ്ങളിലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ അയച്ചു. ആളുടെ വലിപ്പ ചെറുപ്പൊന്നും നോക്കിയില്ല, വളരെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരോട് ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് അവരോട് പറഞ്ഞു. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഞാനിതാ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്, നരകമായിരിക്കും ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. പല രാജാക്കന്മാരും ദൂതന്മാരിൽ നിന്ന് എഴുത്തുകൾ കൈപ്പറ്റി. അനുകൂലമായ പ്രതികരണങ്ങൾ പല രാജാക്കന്മാരിൽ നിന്നും ഉണ്ടായി. വളരെ ആദരവോടെ ബഹുമാനത്തോടെ പലരും കത്തുകൾ വായിച്ചു. ചിലരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തിരിച്ചിങ്ങോട്ട് ഹദിയകളും സമ്മാനങ്ങളും വരെ കൊടുത്തയച്ച രാജാക്കന്മാരുണ്ട്. വേറെ ചിലരാവട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വമുണ്ടോ അവരറിയുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ച കത്ത് പിച്ചിക്കീറി ചുരുട്ടി അതേ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞയാളുമുണ്ടായിരുന്നു. അതേ കിസ്റ ചക്രവർത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേളയിൽ കൊടുത്തയച്ച കത്ത് ദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി മുഹമ്മദ് റസൂലില്ല എന്ന് കണ്ടപാടെ അയാൾ അത് വലിച്ചു കീറി കച്ചറയിലേക്ക് അഥവാ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടി. അവിടുന്ന് ദൂതൻ മുഖേന വിവരം അറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പിച്ചിക്കീറപ്പെടട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള വ്യക്തിപരമായ ദേഷ്യം തീർത്തതല്ല. അവിടുന്ന് വ്യക്തിപരമായി ഒരു കാര്യവും രാജാവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല കത്തയച്ചത്, നിങ്ങൾ എനിക്ക് സാമ്പത്തിക സഹായം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടല്ല കത്തയച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്ത് മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ദൂതനായ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്, അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം സ്വീകരിച്ചവർക്ക്, സന്മാർഗത്തെ പിൻപറ്റിയവർക്കാണ് സമാധാനം. അസ്ലിം, മുസ്ലിമാകണം. തസ്ലം, എങ്കിൽ താങ്കൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ താങ്കളുടെ പിന്നിൽ അണിനിരഞ്ഞ മജൂസികളുടെ മുഴുവൻ ശാപവും നിങ്ങളും പേറേണ്ടി വരും എന്ന ഗൗരവത്തോടെയുള്ള കത്താണ്. തികച്ചും ആദർശാധിഷ്ഠിതമായ കത്ത്. ആ കത്തിനെ അവഗണിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിച്ചതായിരുന്നു. പിച്ചിക്കീറിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നടന്ന് അധിക താമസമുണ്ടായില്ല. ഇതുവരെ തന്റെ കൊട്ടാരത്തിലെ തന്റെ കസേരക്ക് ഇളക്കം തട്ടില്ലെന്ന് വിചാരിച്ച, ആഢ്യത്വത്തിന്റെയും പ്രമാണിത്വത്തിന്റെയും ഭ്രാന്ത് തലക്ക് പിടിച്ച അഹങ്കാരിയായ ആ ചക്രവർത്തി അധികനാൾ ജീവിച്ചിരുന്നില്ല. അല്പ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സ്വന്തം മകന്റെ കൈകളാൽ അയാൾ കൊല്ലപ്പെട്ടു. സ്വന്തം മകൻ തന്നെ അയാളുടെ വയറ്റിൽ കുത്തി അയാളെ വെട്ടിക്കൊന്നു. അധികാരം മകൻ കൈയടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വെല്ലുവിളിച്ച് അവിടുന്ന് കൊടുത്തയച്ച ഇസ്ലാമികമായ സന്ദേശത്തെ ഒന്ന് വിനയത്തോടെ വായിച്ചു നോക്കുവാൻ പോലും തയ്യാറാകാതെ പിച്ചിക്കീറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവഹേളിച്ചവന് ദുനിയാവിൽ തന്നെ അധികാരം അവന്റെ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ സാധിച്ചില്ല. അധികാരത്തിന്റെ ഭ്രാന്ത് മുഴുത്തിട്ട് തനിക്കെന്നും അധികാരമുണ്ടാകുമെന്ന പവറില അവൻ സത്യത്തിനെതിരെ കൊഞ്ഞനം കുത്തിയത്. പടച്ച റബ്ബ് വരമ്പത്തിനെന്നതിനെ കൂലി കാണിച്ചു കൊടുത്തു. അതൊരു വല്ലാത്ത സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആജ്ഞകളെ ഒരാൾ തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നതും അതേ അവസരത്തിൽ ആ ആജ്ഞകളോട് ധിക്കാരം കാണിക്കുന്നതും സഹോദരങ്ങളെ രണ്ട് വീക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്ത് വായിച്ച് മുസ്ലിം ആയിട്ടില്ലാത്ത ഒട്ടേറെ രാജാക്കന്മാരുണ്ട്. പക്ഷെ അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം അവർക്കത് വിശ്വാസം വന്നില്ല, അവരത് സ്വീകരിച്ചില്ല, അത്രയല്ലേ ഉള്ളൂ. അതേ അവസരത്തിൽ ഈ വ്യക്തി കത്ത് വായിച്ചു എന്ന് മാത്രമല്ല അതിനോട് ധിക്കാരസ്വരം കാണിച്ചപ്പോൾ അയാൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയുണ്ടായി. അയാൾ ഈ ലോകത്ത് വെച്ച് വളരെ മൃഗീയമായ നിലക്ക് കൊല്ലപ്പെട്ടു. ആരും അയാളെ സഹായിക്കാൻ ഓടിയെത്തിയില്ല.
ഇത് നമ്മൾ പാഠമായി ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആജ്ഞകൾ, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ നിയമങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ അതൊരു വേള ഒരു തിന്മയായി മാത്രമേ മാറുകയുള്ളൂ. ഹറാമായ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ശിക്ഷയുണ്ടാകും, ഉറപ്പാണ്. അതേ അവസരത്തിൽ അവിടുന്ന് പഠിപ്പിച്ചൊരു കാര്യത്തെ ഒരാൾ പരിഹസിച്ചാലോ, ചോദ്യം ചെയ്താലോ, അവഹേളിച്ചാലോ, അതിനെതിരെ ധിക്കാരമായി സംസാരിച്ചാലോ അവൻ വളരെയേറെ അനുഭവിക്കേണ്ടി വരും. അത് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ സാന്ദർഭികമായി നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന, നിങ്ങളെല്ലാം മുമ്പ് ധാരാളം കേട്ടിട്ടുള്ള ഒരു സംഭവം കൂടി ചേർത്ത് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, കുൽ ബിയമീനിക്, കുൽ ബിയമീനിക്, വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്കൂ, വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വാക്ക് കേട്ട മാത്രയിൽ അയാൾ വളരെ പുച്ഛസ്വരത്തിലാണ് പ്രതികരിച്ചത്. അയാൾ വളരെ ധിക്കാരസ്വരത്തിലാണ് പ്രതികരിച്ചത്. അയാൾ പറഞ്ഞു, മസ്തതഅത്, എനിക്ക് പറ്റൂല, എനിക്ക് സാധ്യല്ല, ഞാൻ അങ്ങനെ തന്നെ കഴിക്കുള്ളൂ, ഞാൻ എടുത്തതുകൊണ്ട് തന്നെ കഴിക്കുള്ളൂ. അത് പറയാൻ നിങ്ങൾ ആര് എന്ന മട്ടിലുള്ള ധിക്കാരത്തിന്റെ മറുപടി കിട്ടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞതെന്താ? എങ്കിൽ ഇനി നിനക്ക് കഴിയൂല, ഇനി നിനക്ക് കഴിയാതിരിക്കട്ടെ. ബാക്കി എന്താ? ആ ചരിത്രത്തിന്റെ ഭാഗം ബാക്കി എന്താ? ആ സംഭവത്തിന് ദൃക്സാക്ഷികളായ മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ആ സംഭവത്തിന്റെ ശേഷം പിന്നെ ഈ മനുഷ്യൻ മരണം വരെ അയാളുടെ വലത് കൈ വായിലേക്ക് ഉയർത്തിയിട്ടില്ല. വലത്തെ കൈ കൊണ്ട് പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. കൈ അങ്ങ് കുഴഞ്ഞുപോയി. ആരോടാ കളിച്ചത്? ഒരാളെ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു, അയാൾക്കതൊരു തിന്മയാണ്, തെറ്റാണ്. അറിഞ്ഞുകൊണ്ടും ഒരാള് അശ്രദ്ധ മുഖേനയോ അറിവില്ലായ്മ മുഖേനയോ ഒക്കെ ഒരാൾ ചെയ്തെങ്കിൽ അതിൻ്റെതായ രൂപത്തിലുള്ള ഇടപെടലാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതേ അവസരത്തിൽ ഒരു കാര്യം മനസ്സിലായിട്ടും അതിനെ പരിഹസിക്കുകയോ അതിനെ ചോദ്യം ചെയ്യുകയോ, എനിക്കതിനൊന്നും മനസ്സില്ല, അതൊന്നും ഇസ്ലാമിൽ പറഞ്ഞതല്ല, ഞാനതൊന്നും അംഗീകരിക്കൂല, എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാം വൃത്തിയുടെ മതമാണ്, വലത്തെ കൈ കൊണ്ട് എന്നേക്കൊള്ളുന്ന ഇടത്തെ കൈ കൊണ്ടു ആവാ എന്നൊക്കെ പറഞ്ഞ് ധിക്കാരം മുഴുത്ത് സംസാരിച്ചാലോ, അവിടെയാണ് അല്ലാഹു തആല ഇടപെട്ട് പറഞ്ഞിട്ടുള്ളത്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയോട് എതിര് കാണിക്കുന്ന, ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ. അവർക്ക് വല്ല ഫിത്നയും ബാധിക്കുന്നത്, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷയവരെ ബാധിക്കുന്നത് അവർ വല്ലാതെ പേടിച്ചുകൊള്ളട്ടെ. നമ്മൾ മനസ്സിലാക്കണം, അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യത്തോടും പരിഹാസം തോന്നിക്കൂടാ, നിഷേധമുണ്ടായിക്കൂടാ, അഹങ്കരിച്ചുകൂടാ. ഇത് നമ്മൾ ഇതിൽ നിന്ന് സാന്ദർഭികമായി മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ എന്റെ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഹുദൈബിയ കരാറ്, മുസ്ലിമീങ്ങൾക്ക് കരാർ എഴുതി തിരിച്ചു പോകുമ്പോഴും വല്ലാത്ത വിഷമമായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾക്കെങ്കിലും അള്ളാഹുവിന്റെ വചനമിറങ്ങിയപ്പോൾ അവരുടെ മനസ്സുകൾ തണുത്തുപോയി. കാരണം മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം ഈ സന്ധി മുഖേനയാണ് കിട്ടിയത്. ഒരുപാട് രാജ്യങ്ങളിൽ ഇസ്ലാമിന് വളർച്ചയുണ്ടായി. ഇസ്ലാമിനെ എതിർത്തിരുന്ന ശത്രുക്കൾക്ക് ശാന്തമായി ഇസ്ലാമിനെ പഠിക്കാൻ അവസരമുണ്ടായി. ഈ ഇടവേളയിലാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായി നിന്നിരുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായത്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത്, ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായത്. എത്രത്തോളം എന്ന് പറയണോ, ഈ കരാറിന് ശത്രുപക്ഷത്ത് മധ്യസ്ഥം വഹിച്ചിരുന്ന സുഹൈൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പോലും ഈ കാലയളവിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കേട്ടോ, കരാർ എഴുതിയിട്ട് മിൻ മുഹമ്മദ് റസൂലില്ലാന്ന് എഴുതാൻ സമ്മതിക്കാത്ത സുഹൈല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോ സമ്മതിക്കൂല എന്ന് പറഞ്ഞ സുഹൈല്
ഈ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോ നന്നായി പഠിച്ചപ്പോ മനസ്സിലായി മുഹമ്മദുർ റസൂലുള്ളാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ തന്നെയാ വേണ്ടത്. അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉഹദിൽ ശത്രുക്കളുടെ പടനായകന്, വളരെയേറെ ജോറായി അധ്വാനിച്ചിരുന്ന, ശത്രുപക്ഷത്ത് വെട്ടിവീശി മുന്നേറിയിരുന്ന നായകനാണ് അദ്ദേഹം. മുസ്ലിമായത് ഈ കാലയളവിലാണ്. ഇങ്ങനെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ ഹുദൈബിയയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആ ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടത് 1400-ൽ പരം ആളുകളായിരുന്നുവെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ്, ഈ കരാറ് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ഹിജ്റ 8-ാമത്തെ വർഷം മക്കം ഫതഹിന്റെ സമയമായപ്പോഴേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ 10,000-ഓളം ആളുകളാണ്. 10,000-ഓളം ആളുകളാണ്. ഈ 2 കൊല്ലത്തിനിടക്കുണ്ടായ വമ്പിച്ച മാറ്റമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അവ 2 കൊല്ലം കൊണ്ട് തന്നെ വലിയ മാറ്റം. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ശ്രദ്ധ യഹൂദികളുടെ കാര്യത്തിൽ പ്രത്യേകം പതിപ്പിക്കാൻ ഇത് അവസരമായി. കാരണം എന്താ? മുശ്രിക്കീങ്ങളുടെ ശല്യം ഒഴിഞ്ഞു. അറേബ്യൻ മുശ്രിക്കുകളിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി പാകുള്ള ശത്രു ആരാണ്? കാണപ്പെട്ട ശത്രു യഹൂദികളാണ്. അപ്പൊ അവർക്കെതിരെ ജാഗ്രത കൈക്കൊള്ളാനും അവരിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങൾക്ക് പ്രതിരോധം ഏർപ്പെടുത്താനും അവരിൽ ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള മാർഗങ്ങളും തുറന്നു കിട്ടിയത് ഈ അവസരത്തിൽ തന്നെയായിരുന്നു. മാത്രമല്ല, കരാറ് പ്രകാരം മുസ്ലിമായി വന്നവരെ തിരിച്ചയക്കണം. ഖുറൈശികളിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരെ അങ്ങോട്ട് തിരിച്ചയക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പോയവരെ അവരവിടെ പിടിച്ചു വെക്കുന്നു പറഞ്ഞല്ലോ. അതും വാസ്തവത്തിൽ അവർക്ക് വിനയായിട്ടാ കലാശിച്ചത്. അത് തന്നെയും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഖുറൈശി മുശ്രിക്കുകൾ തന്നെ ആവശ്യപ്പെട്ടു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്താ കാരണം ഇനി ഇങ്ങോട്ട് അവരെ തിരിച്ചയക്കേണ്ടതില്ല. ഇങ്ങനെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കുന്നവരെല്ലാം കൂടി സംഘടിച്ച് ഖുറൈശികള് കച്ചവടത്തിനും മറ്റുമൊക്കെ പോകുമ്പോ ആക്രമിക്കാനും അവരുടേതായ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുമൊക്കെ മുതിർന്നപ്പോ അത് അവർക്ക് വല്ലാത്തൊരു തലവേദനയായി. അതുകൊണ്ട് അവര് തന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇനി ഇവിടുന്ന് വരുന്ന ആൾക്കാരങ്ങോട്ട് തിരിച്ചു വിടണം എന്നുള്ള കരാറ് നിങ്ങൾ ഒഴിവാക്കിക്കാളി, അവരവിടെ തന്നെ നിന്നോട്ടെ. കാരണം ഇങ്ങോട്ട് മടക്കി വിട്ടാൽ വലിയ പ്രശ്നമാണ്. അതിനൊരു സംഭവം ഉണ്ടായി. ഒരു സംഭവം നിങ്ങൾ ആദ്യം കേട്ടതാണ്. അതെന്താ? അബൂ ജന്ദൽ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ ഈ കരാർ എഴുതി കഴിഞ്ഞ സമയമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എന്ത് ചെയ്തു? തിരിച്ചു പോകാൻ പറഞ്ഞല്ലോ. അതേ അവസരത്തിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നു, അബൂ ബസീർ റളിയല്ലാഹു അൻഹു. ചരിത്രം വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മദീനയിലേക്ക് എത്താണ്. ഖുറൈശികളിൽപ്പെട്ടയാളാണ്. അദ്ദേഹം മുസ്ലിമായി. ഈ കരാർ എഴുതിയ കാലയളവിൽ അബൂ ബസീർ എന്ന് പറയുന്ന സഹോദരൻ മുസ്ലിമായിട്ട് മക്കയിൽ നിന്ന് എവിടെ എത്തുകയാണ്? മദീനയിലേക്ക് അഭയാർത്ഥിയായിട്ട് എത്തുകയാണ്. പിന്നാലെ ഖുറൈശികൾ 2 ആളെ പറഞ്ഞയച്ചു. എന്തിന്? അബൂ ബസീറിനെ മടക്കി കൊണ്ടുവരാൻ. അങ്ങനെ അബൂ ബസീർ റളിയല്ലാഹു അൻഹു എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തിയിട്ട് പിന്നാലെ 2 ആളും വരുന്നുണ്ട്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ബസീറെ, നിവൃത്തിയൊന്നുമില്ല, നിങ്ങൾ മടങ്ങിപ്പോകണം. നമ്മുടെ കരാർ എങ്ങനെയാണ്? നിങ്ങൾ മടങ്ങിപ്പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. ആ നേരത്ത് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടെ ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തിയിട്ട് ഇനിയും അവരുടെ കൈകളിലേക്ക് നിങ്ങൾ എന്നെ തിരിച്ചു കൊടുക്കുകയാണോ? വളരെ വിഷമത്തോടെ അദ്ദേഹം പ്രകടിപ്പിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ബസീറെ, സമാധാനിച്ചു കൊള്ളുക, തിരിച്ചു പോകണം. വാക്ക് കൊടുത്തതാണ്, കരാറ് കൊടുത്തതാണ്, പാലിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ അബൂ ബസീറിനെ കൊണ്ടുപോകാൻ വന്ന 2 ആളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചു. വഴിക്ക് വെച്ചുണ്ടായ സംഭവം പറയുന്നത്. വഴിക്ക് വെച്ചവര് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. 3 ആളും വിശ്രമിക്കായിരുന്നു. 2 ആള് കൊണ്ടുപോകുന്ന ആളാണ്. ഒന്ന് അബൂ ബസീർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഇരിക്കുമ്പോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവര് വളരെ ഫ്രണ്ട്ഷിപ്പിലായി വളരെ സൗഹാർദ്ദത്തിലായപ്പോ ഏതാണ്ട് കുറച്ചു ദൂരം അങ്ങ് എത്തിയപ്പോ അവരവിടെ ഇരുന്ന് കാരക്കൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അബൂ ബസീർ കൂട്ടത്തിലുള്ള ഒരാളോട് പറഞ്ഞു, നിങ്ങളെ വാള് നല്ല വാളാണല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് ഒന്നുകൂടി ഉഷാറായി. എൻ്റെ വാള് എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറാണ്, ഇത് നല്ല കമ്പനിയാന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതേപോലെ നല്ല ഇന്ന ഭാഗത്തു നിന്ന് ഇന്ന പ്രസിദ്ധനായ ആൾ ഉണ്ടാക്കിയതാണ്, നല്ല മൂർച്ചയാണ്, ഇത് വളരെ അതിൻ്റെ മധുഹൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു.
എന്നാ ഞാനതൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ, നോക്കിക്കോളൂ എന്നും പറഞ്ഞ് അരിനി അൻദുർ ഇലൈ, ഞാനതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് വാള് കയ്യിൽ കിട്ടിയതും ഫളറബഹു, ഒറ്റവെട്ടാണ്, ഒരൊറ്റ വെട്ട്. ഈ കൊണ്ടുപോകാമെന്ന ഒരാള് സ്വന്തം പ്രതിരോധത്തിന്റെ ആവശ്യാർത്ഥം ഒരാളെ വെട്ടിക്കൊന്നു. പിന്നെ ഒരാളാ ബാക്കിയുള്ളത്. അയാൾ നേരെ പിന്നെ ഓടുന്നത് മക്കത്തേക്കല്ല. അയാൾക്ക് തോന്നി മക്കത്തേക്ക് പോയിട്ട് കാര്യമില്ല, മദീനത്തി എന്നാലേ രക്ഷയുള്ളൂ. ബാക്കിയുള്ള ഒരാൾ ഓടി രക്ഷപ്പെട്ടു മദീനയിലേക്ക് ചെന്നു. അള്ളാന്റെ പള്ളിയിലെത്തി. പിന്നാലെ അബൂബസീറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, ഖുതില സാഹിബി, എന്റെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഞാനും കൊല്ലപ്പെടാൻ പോകുന്നു. അബൂബസീർ ഇതാ എന്നെ കൊല്ലാൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അബൂബസീർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. ഞാനിതാ എന്റെ രക്ഷയ്ക്ക് വേണ്ടത് ഞാനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയരുത്, മാപ്പാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തായാലും അബൂബസീറെ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, പോണം, നീ പോണം എന്ന് പറഞ്ഞ അബൂബസീർ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നെയും മടക്കി വിട്ടു. അങ്ങനെ മടക്കിവിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പോകാൻ പറഞ്ഞില്ല, മദീനത്തുനിന്ന് പോകണം. അദ്ദേഹം വേറൊരു പ്രദേശത്തെത്തി. ആ പ്രദേശത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞയച്ച അബൂജന്തൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ ഈ രൂപത്തിൽ വന്ന് മടക്കിവിട്ട കുറേ ആളുകളൊക്കെ കൂടി ഒരു സംഘമായി മാറിയിട്ട് അവർ ശക്തമായ നിലക്കുള്ള ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് പിന്നെ ശത്രുക്കൾക്ക് തലവേദനയായി മാറിയത്. ഇവരുടെ ഈ പ്രവർത്തനം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ കരാറ് പാലിക്കുന്നു, ഇവരാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവിടെ എത്തുന്നതിന്റെ മുമ്പ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സഹിക്കവയ്യാതായപ്പോ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അവർ കത്തയച്ചിട്ട് പറഞ്ഞു, ആളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഇനി അവിടെ നിന്നുള്ള ആളുകളെ എങ്ങോട്ട് പറഞ്ഞയക്കണ്ട. അതിനൊരു കാരണമായൊരു സംഭവമാണ് അബൂബസീർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അപ്പോ ഈ രൂപത്തിലുള്ള കരാറൊക്കെ അന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമമുണ്ടാക്കിയ സംഗതിയാന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? താൽക്കാലികമായി നമ്മളൊന്ന് കുറഞ്ഞു കൊടുത്താലും താൽക്കാലികമായിട്ടുണ്ടാകുന്ന പരാജയങ്ങളെ നിരാശക്ക് കാരണമായി ആരും കാണരുതേ എന്നാണ്. കാണരുത്. അള്ളാഹു അതിലൂടെ ഒരു വലിയ വിജയം തരാൻ വിചാരിച്ചിട്ടുണ്ടാകും. അതിന് സമയമെടുത്തേക്കും. അള്ളാഹു അതിലൂടെ ക്ഷമാലുക്കൾക്ക്, സഹിക്കുന്ന ആളുകൾക്ക്, സത്യത്തിന്റെ വക്താക്കൾക്ക് വിജയം പിന്നീട് തന്നേക്കും. താൽക്കാലികമായിട്ടുണ്ടാകുന്ന പരാജയങ്ങൾ അതെന്നും പരാജയമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് ഹുദൈബിയ സന്ധിയിലൂടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ സമൂഹത്തിന് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ആ സന്ധിയെ സംബന്ധിച്ച് ഖുർആൻ എന്ത് വിശേഷിപ്പിച്ചത്? ഫത്ഹം മുബീന, ഏറ്റവും പ്രത്യക്ഷമായ വിജയമാണ് ഇപ്പോ അതുകൊണ്ടുണ്ടായത്. പിൽക്കാല സംഭവങ്ങളൊക്കെ ഇതിന് കാരണമായി. മക്കം ഫത്ഹിലേക്ക് നയിച്ചതും ഈ ഹുദൈബിയ സന്ധിയാണ്. അതുപോലെയുള്ള ഒട്ടേറെ യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാക്കിയത് ഈ സന്ധി കാരണത്താലാണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ കാരണമായത് ഈ സന്ധി കാരണത്താലാണ്. ഒരുപാട് ആളുകൾക്ക് നിർഭയമായി ഇസ്ലാമിനെ പരിചയപ്പെടാനുള്ള വേദി കിട്ടിയത് ഈ സന്ധി കാരണത്താലാണ്. ഇതൊക്കെ ഈ സന്ധിയെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫത്ഹൻ മുബീന, ഏറ്റവും പ്രത്യക്ഷമായ വിജയം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് ഈ സന്ധിയെ മാറ്റി തീർക്കുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ യഥാർത്ഥമായ സന്മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും തയ്യാറാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാരഥന്മാരായ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അവിടുത്തെ ആദർശ ദൃഢതയുള്ള സഹാബാ കിറാം അവരുടെയും പാത പഠിച്ച് കേൾക്കുന്ന നമ്മൾ ആ ആദർശത്തോടെ, ആ വീര്യത്തോടെ ഇസ്ലാമിക ദഅ്വ രംഗത്ത്, പ്രബോധന രംഗത്ത്, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മേഖലയിലൊക്കെ ശുഷ്കാന്തിയുള്ളവരായി തീരണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഒരു വസിയത്ത് നിലകൊണ്ടുണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.